പുതിയ മന്ത്രിസഭ നാളെ അധികാരത്തിലെത്തുന്ന സാഹചര്യത്തിൽ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണ നടപടികൾ നാളെ മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കും. അധികാരമേൽക്കുന്ന ഉടൻ തന്നെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള മുൻതൂക്കം, ധനസഹായ വിതരണം എന്നിവ ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ പുതിയ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക. ആദ്യഘട്ട ആനുകൂല്യ വിതരണങ്ങൾ ഈ മേഖലകളിൽ ഉൾപ്പെടുന്നവർക്കാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമനിധി പെൻഷനുകൾ, സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ, കണക്ട് വർക്ക് സ്കോളർഷിപ്പ് എന്നിവയ്ക്ക് പുറമെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം ആരംഭിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ വിതരണം ചെയ്യേണ്ടിയിരുന്ന വിവിധ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുകയാണ്. ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ ഏറ്റവും പുതിയ വിതരണ നടപടികൾ ആരംഭിച്ചു. മെയ് മാസം 25ഓടുകൂടി വിതരണം സജീവമാകുന്ന രീതിയിലാണ് വിതരണ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. ഇലക്ഷൻ പശ്ചാത്തലത്തിലും വിഷു, ഈസ്റ്റർ ഒക്കെ പ്രമാണിച്ചും ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസം വരെയുള്ള ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യ വിതരണം എന്നിവ കൃത്യമായി തന്നെ നടത്തിയിട്ടുണ്ട്. ഇവർക്കുള്ള മെയ് മാസ വിതരണമാണ് ആരംഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മാർച്ച് മാസം വരെ വിതരണം പൂർത്തിയാക്കിയിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷനുകളുടെ ഏപ്രിൽ മാസ വിതരണവും മെയ് മാസ വിതരണവും കൂടിയാണ് ആരംഭിക്കുന്നത്. ഏപ്രിൽ മാസത്തിലെ തുക എത്തിച്ചേരാത്ത സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷൻ തുകയായ 2000 രൂപ വീതം എത്തിച്ചേരും. പഴയ സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു ക്ഷേമ പ്രവർത്തനങ്ങളും പുതിയതായി അധികാരത്തിലെത്തിയ സർക്കാർ നിർത്തലാക്കുകയില്ല എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ തുക ഇനിയും എത്തിച്ചേരുമോ എന്നുള്ളത് ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കുമുള്ള ആശങ്കയായിരുന്നു. അതുകൊണ്ട് തന്നെ പെൻഷൻ തുകയിൽ ഒരു കുറവും കൂടാതെ ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. മറ്റൊരു സന്തോഷ വാർത്ത, ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യത്തിലുള്ള വർധനവാണ്. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ സാഹചര്യത്തിൽ ആദ്യത്തെ ബജറ്റ് അവതരണത്തിൽ തന്നെ ആനുകൂല്യ വർധനവ് സംബന്ധിച്ചുള്ള സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വർദ്ധിപ്പിച്ച് 3000 രൂപയിലേക്ക് എത്തിക്കുമെന്ന് നേരത്തെ തന്നെ പ്രകടന പത്രികയിലുള്ള വാഗ്ദാനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മാനദണ്ഡങ്ങളും പൂർത്തിയാക്കി ഭൗതിക സാഹചര്യ പരിശോധനകളിൽ സർക്കാർ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും മുടങ്ങാതെ തന്നെ 3000 രൂപ വീതം എത്തിച്ചേരും. പെൻഷൻ തുക ലഭിച്ചുകൊണ്ടിരിക്കുന്ന 5 സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്ന് നേരത്തെ തന്നെ സർക്കാർ നിർദ്ദേശം വന്നിരുന്നു. നാളിതുവരെയും വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾ ജൂൺ മാസം 30-ന് മുന്നോടിയായി തന്നെ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുള്ളതനുസരിച്ച് വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ട ആളുകളും വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണ്. വരുമാന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പിനോടൊപ്പം ആധാർ കാർഡിന്റെ പകർപ്പ് കൂടി ചേർത്താണ് പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത്. വിധവ, വാർദ്ധക്യ, ഭിന്നശേഷി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ കൈപ്പറ്റുന്ന 2.5 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഇനിയും വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ളത്. ഇവർ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ജൂൺ മാസം മുതലുള്ള പെൻഷൻ തുക ഇവർക്ക് മുടങ്ങുന്നതായിരിക്കും. പെൻഷൻ തുക 3000 രൂപയിലേക്ക് ഉയർത്തുമ്പോൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി തന്നെ സംസ്ഥാന സർക്കാർ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ പുതുക്കിയ കർശന മാനദണ്ഡങ്ങൾ ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതാണ്. ഏറ്റവും പുതിയ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാകും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരുക. വിവിധ ഇനം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വർധന, ആശാ വർക്കർമാരുടെ വേതന വർധന, വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം എന്നിവയാണ് ഉടൻ പ്രഖ്യാപിക്കാൻ പോകുന്നത്. നിലവിൽ 62 ലക്ഷത്തിൽ പരം ആളുകൾക്കാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ മാനദണ്ഡങ്ങൾ കർശനമാക്കുമ്പോൾ നിരവധി അനർഹർ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടും. ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്ക് മാത്രമാവും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം വിതരണം ചെയ്യുക. ഇതോടൊപ്പം തന്നെ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള ഭൗതിക സാഹചര്യ പരിശോധനകളും കൂടുതൽ കർശനമാക്കും. ഗുണഭോക്താക്കൾ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുമ്പോൾ 1 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള ഗുണഭോക്താക്കളെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഭൗതിക സാഹചര്യ പരിശോധനകൾ പുനരാരംഭിക്കുമ്പോൾ 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുള്ളവർ, ആധുനിക രീതിയിൽ ഫ്ലോറിംഗ്, റൂഫിംഗ് ചെയ്തിട്ടുള്ള വീടുകൾ, ഇരുനില കെട്ടിടമുള്ളവർ, മറ്റ് പെൻഷൻകാർ വീടുകളിലുള്ളവർ, 4 ചക്ര വാഹനമുള്ള വീടുകൾ, AC ഉള്ള വീടുകൾ എന്നിങ്ങനെയുള്ള ആളുകളെയും കണ്ടെത്തി ഒഴിവാക്കുന്നതാണ്. വാർഷിക വരുമാനം കണക്കാക്കുമ്പോൾ വിവാഹിതരായ മക്കളുടെ വരുമാനം കണക്കാക്കേണ്ടതില്ല എന്ന് നേരത്തെ സർക്കാർ നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നുള്ളത് കാത്തിരുന്നു തന്നെ അറിയാൻ കഴിയും. പുതുക്കിയ മാനദണ്ഡങ്ങളും പുതിയ പ്രഖ്യാപനങ്ങളും ഉടൻ തന്നെ ഉണ്ടാകും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.